ഇന്റർനെറ്റ് ഡാറ്റ പാക്കുകൾ തീരുന്നതിനെക്കുറിച്ചോ സിഗ്നൽ റേഞ്ച് കുറയുന്നതിനെക്കുറിച്ചോ ആകുലതപ്പെടാതെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ തത്സമയ ക്രിക്കറ്റ് മത്സരങ്ങളോ സിനിമകളോ കാണാൻ കഴിയുന്ന ഒരു കാലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വൈഫൈയുടെയോ സിം കാർഡിൻ്റെയോ സഹായമില്ലാതെ തന്നെ മൊബൈൽ സ്ക്രീനുകളിലേക്ക് ദൃശ്യവിരുന്നുകൾ എത്തുന്ന ഈ വിസ്മയത്തിൻ്റെ പേരാണ് D2M അഥവാ ഡയറക്റ്റ് ടു മൊബൈൽ ടെക്നോളജി. ഇന്ത്യയുടെ ഡിജിറ്റൽ ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കുറിക്കാൻ പോകുന്ന ഈ സാങ്കേതികവിദ്യ കേവലം ഒരു പരീക്ഷണമല്ല, മറിച്ച് വിവര സാങ്കേതിക വിദ്യയിലെ ഒരു പുത്തൻ അധ്യായത്തിൻ്റെ തുടക്കമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. ഓരോ നിമിഷവും ഡേറ്റയെ ആശ്രയിച്ചാണ് നമ്മുടെ വിനോദവും വിദ്യാഭ്യാസവും തൊഴിലുമെല്ലാം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇന്ത്യയെപ്പോലെ വലിയൊരു രാജ്യത്ത് ഇൻ്റർനെറ്റ് ലഭ്യതയിലെ അസമത്വം എപ്പോഴും വലിയൊരു വെല്ലുവിളിയാണ്. നഗരങ്ങളിൽ അതിവേഗ 5G നെറ്റ്വർക്കുകൾ എത്തുമ്പോഴും ഉൾനാടൻ ഗ്രാമങ്ങളിലും മലയോര മേഖലയിലും ഇൻ്റർനെറ്റ് ഇപ്പോഴും ഒരു അപ്രാപ്യമായ ആഡംബരമാണ്. ഈ വിടവ് നികത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ D2M സാങ്കേതിക വിദ്യയെ അവതരിപ്പിക്കുന്നത്. IIT കാൺപൂർ, സാങ്ഖ്യ ലാബ്സ്, പൊതുപ്രക്ഷേപകരായ പ്രസാർ ഭാരതി എന്നിവർ സംയുക്തമായാണ് ഈ നൂതന പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. D2M എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ലളിതമായി പറഞ്ഞാൽ അത് നമ്മുടെ പഴയ FM റേഡിയോയുടെ പ്രവർത്തനത്തിന് സമാനമാണ്. റേഡിയോ സിഗ്നലുകൾ വായുവിലൂടെ നേരിട്ട് നമ്മുടെ റേഡിയോ സെറ്റുകളിലെ റിസീവറുകളിൽ എത്തുന്നത് പോലെ ഡിജിറ്റൽ വീഡിയോ സിഗ്നലുകൾ നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്ക് എത്തുന്ന രീതിയാണിത്. ഇതിനായി ടെറസ്ട്രിയൽ ബ്രോഡ്കാസ്റ്റ് സിഗ്നലുകളാണ് ഉപയോഗിക്കുന്നത്. നിലവിൽ ടെലികോം കമ്പനികൾ ഉപയോഗിക്കുന്ന 4G, 5G നെറ്റ്വർക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി 470 മുതൽ 582 MHz വരെയുള്ള ഫ്രീക്വൻസി ബാൻഡിലാണ് D2M പ്രവർത്തിക്കുക. ഇത് ഉയർന്ന തരംഗദൈർഘ്യമുള്ള സിഗ്നലുകൾ ആയതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്കുള്ളിലും ഭൂഗർഭ മെട്രോ സ്റ്റേഷനുകളിലും തടസ്സമില്ലാതെ ദൃശ്യാനുഭവം നൽകാൻ ഇതിന് സാധിക്കും. ഈ സാങ്കേതികവിദ്യ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കാണ്. ഇന്ത്യയിലെ മൊബൈൽ ഡാറ്റ ഉപയോഗത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ കാണാൻ കഴിയും. ഒരു ശരാശരി ഇന്ത്യൻ ഉപഭോക്താവ് ഉപയോഗിക്കുന്ന മൊബൈൽ ഡാറ്റയുടെ 70% വീഡിയോ കണ്ടന്റുകൾക്ക് വേണ്ടിയാണ്. ഇതിൽ സിംഹഭാഗവും ലൈവ് TV, ക്രിക്കറ്റ് മത്സരങ്ങൾ, വാർത്താ ചാനലുകൾ എന്നിവയ്ക്കായി ചെലവാകുന്നു. D2M വരുന്നതോടെ ഈ വീഡിയോ ട്രാഫിക് പൂർണ്ണമായും ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്കിലേക്ക് മാറ്റാൻ സാധിക്കും. ഇതിലൂടെ നിങ്ങളുടെ മൊബൈൽ റീചാർജ് ബില്ലിൽ 40 മുതൽ 50% വരെ ലാഭിക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഡേറ്റ പരിധി കഴിയുമോ എന്ന ഭയമില്ലാതെ എത്ര സമയം വേണമെങ്കിലും ഉയർന്ന നിലവാരത്തിൽ ദൃശ്യങ്ങൾ ആസ്വദിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. വിനോദത്തിനപ്പുറം രാജ്യത്തിൻ്റെ സുരക്ഷയിലും സാമൂഹിക പുരോഗതിയിലും D2M വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴോ യുദ്ധ സാഹചര്യങ്ങളിലോ മൊബൈൽ ടവറുകൾ പ്രവർത്തനരഹിതമാകുന്നത് പതിവാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇൻ്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടാലും D2M സിഗ്നലുകൾ ലഭ്യമായിരിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ സർക്കാരിന് ജനങ്ങളിലേക്ക് നേരിട്ട് മുന്നറിയിപ്പുകൾ എത്തിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഈ സംവിധാനം വഴി സാധിക്കും. വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പടരുന്നത് തടയാനും ഔദ്യോഗിക വിവരങ്ങൾ വിശ്വസനീയമായ പൈപ്പ് ലൈൻ വഴി ഒരേ സമയം കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാനും സർക്കാരിന് ഇതിലൂടെ സാധിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് D2M സൃഷ്ടിക്കാൻ പോകുന്ന മാറ്റം വളരെ വലുതാണ്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ഇൻ്റർനെറ്റ് ലഭ്യമല്ലാത്തതിനാൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് കുട്ടികൾ ഇന്ത്യയിൽ ഇപ്പോഴുമുണ്ട്. D2M വരുന്നതോടെ വിദൂര ഗ്രാമങ്ങളിലെ പഠന മുറികളിലേക്ക് പോലും ഏറ്റവും മികച്ച അധ്യാപകരുടെ വീഡിയോ ക്ലാസ്സുകൾ സൗജന്യമായി എത്തിക്കാൻ സാധിക്കും. പരീക്ഷാ പരിശീലനങ്ങളും നൈപുണ്യ വികസന ക്ലാസുകളും ഡേറ്റ ചെലവില്ലാതെ ലഭ്യമാക്കുന്നത് രാജ്യത്തിൻ്റെ മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൽ വലിയ മുന്നേറ്റമാകും. ഇത് കേവലം സാങ്കേതിക വിദ്യയുടെ വളർച്ച മാത്രമല്ല, മറിച്ച് അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം കൂടിയാണ്. എങ്കിലും ഈ വിപ്ലവകരമായ പദ്ധതി നടപ്പാക്കുന്നതിൽ ചില വെല്ലുവിളികൾ സർക്കാർ നേരിടുന്നുണ്ട്. നിലവിലുള്ള ഭൂരിഭാഗം സ്മാർട്ട് ഫോണുകളിലും D2M സിഗ്നലുകൾ നേരിട്ട് സ്വീകരിക്കാനുള്ള ഹാർഡ്വെയർ സംവിധാനങ്ങളില്ല. ഇതിനായി ഫോണുകളിൽ ചില പ്രത്യേക ചിപ്പുകൾ ഘടിപ്പിക്കേണ്ടതുണ്ട്. വരും കാലങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന ഫോണുകളിൽ ഇത്തരം ചിപ്പുകൾ നിർബന്ധമാക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുമുണ്ട്. പഴയ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്കായി DVD പ്ലെയറുകൾക്ക് ഉപയോഗിക്കുന്നത് പോലെയുള്ള ചെറിയ ഡോങ്കിളുകൾ വിപണിയിൽ എത്തിക്കാനാണ് തീരുമാനം. ഇത്തരം സാങ്കേതിക മാറ്റങ്ങൾ മൊബൈൽ ഫോണുകളുടെ വിലയിൽ ചെറിയ വർധനവിന് കാരണമായേക്കാം എന്ന ആശങ്ക ടെലികോം നിർമ്മാതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന വെല്ലുവിളി ടെലികോം കമ്പനികളിൽ നിന്നുള്ള എതിർപ്പാണ്. ആളുകൾ ഡേറ്റ പാക്കുകളെ ആശ്രയിക്കുന്നത് കുറഞ്ഞാൽ അത് തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെന്നാണ് ടെലികോം കമ്പനികൾ ഭയപ്പെടുന്നത്. എന്നാൽ വീഡിയോ ട്രാഫിക് ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്കിലേക്ക് മാറുന്നത് വഴി 5G നെറ്റ്വർക്കിലെ തിരക്ക് കുറയ്ക്കാനും കോൾ ഡ്രോപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുമെന്ന് സർക്കാർ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുമുണ്ട്. ഈ സാങ്കേതിക സംയോജനം നടപ്പിലായാൽ ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് വേഗതയിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായേക്കാം.
ലോകത്തെ ഏറ്റവും പുതിയ പ്രക്ഷേപണ മാനദണ്ഡമായ ATS-30 അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യ ഈ സംവിധാനം വികസിപ്പിക്കുന്നത്. അമേരിക്കയിലും ദക്ഷിണ കൊറിയയിലും പരീക്ഷിക്കുന്ന ഈ സാങ്കേതികവിദ്യ ഇന്ത്യ സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്തത് ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തെ അതീവ താൽപ്പര്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ ഈ പരീക്ഷണം വിജയിച്ചാൽ ലോകത്തെ പല വികസ്വര രാജ്യങ്ങൾക്കും ഇതൊരു മാതൃകയാകും. ചുരുക്കത്തിൽ D2M എന്നത് വെറുമൊരു ടെക്നോളജി മാത്രമല്ല, അത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു സാമൂഹിക വിപ്ലവം കൂടിയാണ്. ഇന്റർനെറ്റ് എന്ന ആഡംബരം ഇല്ലാത്തവർക്കും ഡിജിറ്റൽ ലോകത്തിൻ്റെ വാതിലുകൾ ഇത് തുറന്നു കൊടുക്കുന്നു. സിം കാർഡിൻ്റെയോ വൈഫൈയുടെയോ പരിമിതികളില്ലാതെ വിവരങ്ങളും വിനോദങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്ന ആ ദിനങ്ങൾ ഇനി വിദൂരമല്ല. സാങ്കേതികവിദ്യ ഒരു വിഭാഗത്തിൻ്റെ മാത്രം കുത്തകയല്ലെന്നും അതെല്ലാവർക്കും തുല്യമായി ലഭിക്കേണ്ട ഒന്നാണെന്നും D2M സാങ്കേതികവിദ്യ അടിവരയിടുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.